കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം തന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, ഞാൻ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു, കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിന്റെ ബാക്കി ഭാഗമായി കർത്താവിൽ ആശ്രയിച്ച് ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ, അതുപോലെ കർത്താവിന്റെ ദാസൻ ജിബിൻ പാസ്റ്റർ, എല്ലാ പാസ്റ്റേഴ്സിനെയും, എല്ലാ ദൈവദാസന്മാരെയും, എല്ലാ സഹോദരങ്ങളെയും, ഈ സ്ക്രീനിൽ ഞാൻ കാണുന്ന പലരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിച്ചു കൊണ്ടുവരുന്ന ഭാഗം ആത്മനിറവിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ്. ദൈവം അനുവദിച്ചാൽ ഈ 2 ക്ലാസ്സുകൾ കൊണ്ട് ഇതിന്റെ ഏകദേശം പരിസമാപ്തിയിൽ എത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഇന്നത്തെ ചിന്തകളും ഇനി വരുന്ന ദിവസത്തെ ചിന്തകളും അല്പം ഒരുപക്ഷെ നമുക്ക് സെൻസിറ്റീവായി തോന്നാവുന്ന ചിന്തകൾ, ചിലപ്പോ കൂടുതൽ ജാഗ്രതയോടുകൂടെ കെയർഫുൾ ആയിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ഞാൻ ആദ്യം തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഭാഗം ആത്മനിറവ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരനുഭവമാണ് ക്രിസ്തീയ ജീവിതം. ആ ഒരു കാര്യം പറയുമ്പോൾ പരിശുദ്ധാത്മാവില്ലാതെ യേശുവിനെ അനുകരിക്കാൻ, അനുഗമിക്കാൻ, അനുസരിക്കാൻ ഒന്നും നമുക്ക് കഴിയുകയില്ല. അപ്പോഴാണ് പരിശുദ്ധാത്മ നിറവിന്റെ ഒരു ആവശ്യം. അത് കേവലം ഒരു വൺ ടൈം എക്സ്പീരിയൻസിൽ ഉണ്ടായ ഒരു അനുഭൂതിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൃപാവരത്തിന്റെ ജ്വലനത്തിൽ നിന്നോ ഞാൻ ഒരു ആത്മനിറവിൻ ആണ് അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ചില വൈകാരിക പ്രകടനങ്ങൾ അല്ല ആത്മനിറവ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആത്മനിറവ് എന്ന് പറഞ്ഞാൽ വേർഡ് സെന്റേഡ് ആണ്, വചന നിറവാണ്, അല്ലെങ്കിൽ വചനത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചിന്തിച്ചു. ഇന്ന് നമ്മൾ അതിന്റെ തുടർഭാഗമായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ആത്മനിറവെന്ന് പറയുമ്പോൾ വാട്ട് ഐ ഷുഡ് എക്സ്പെക്ട്, ഞാൻ എന്ത് പ്രതീക്ഷിക്കണം. ഒന്ന്, നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റപ്പെടുക എന്നുള്ളതാണ് ആത്മനിറവിന്റെ പ്രധാനപ്പെട്ടുള്ള നമ്മുടെ ആഗ്രഹം. ദൈവഹിതത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, നമ്മൾ അത് കണ്ടതാണ് എങ്ങനെയാണ്, എന്താണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം എന്നുള്ളത്. പിന്നീട് നമ്മൾ കണ്ടു സാക്ഷീകരിക്കുന്നതിനുള്ള ശക്തിയാണ് ഈ ആത്മനിറവ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത് നമ്മൾ പറഞ്ഞു വന്ന ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നടത്തിയത് ആത്മഫലം ഉള്ളവരാവുക. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. നമ്മൾ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഗലാത്യ ലേഖനത്തിലൂടെ മുഴുവനും ഗലാത്യ ലേഖന പഠനം നടത്തണമെങ്കിൽ തന്നെ സമയങ്ങൾ എടുക്കുമെങ്കിലും അതിന്റെ ഒരു ഓവറോൾ ഐഡിയ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആത്മഫലമുള്ളവരാവുക എന്നതുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്ന ദൈവിക സന്ദേശം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു മൊത്തത്തിലൊരു ചിത്രം നോക്കുന്നു. അത് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ലേഖനങ്ങളിലും, അപ്പോസ്തോലികമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ ലേഖനങ്ങളുടെയും പുതിയ നിയമത്തിന്റെ സന്ദേശവും കാതലായിട്ടുള്ള അർത്ഥവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആത്മഫലമുള്ളവരാവുക എന്നുള്ളതാണ്. എങ്കിൽ തന്നെയും നമ്മൾ അതിനെ മറ്റൊരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ആത്മീയത എന്നുള്ളതാണ്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ആത്മീയത എന്നുള്ളതാണ്. ക്രൈസ്റ്റ് സെന്റേർഡ് സ്പിരിച്വാലിറ്റി, ക്രിസ്തു കേന്ദ്രീകൃത ആത്മീയത. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ആത്മനിറവിലുള്ള ക്രിസ്തീയ ജീവിതം. ഇപ്പൊ ഗലാത്യ ലേഖനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മിൽ രൂപപ്പെടേണ്ട ഒരാത്മീയത, ആ ആത്മീയതയെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും ആത്മീയരാണ്, അല്ലെ? നമ്മളെല്ലാവരും ആത്മീയരാണ്. ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും പറയും ഞാനൊരു ആത്മീയനാണ് എന്ന് പറയാറുണ്ട്. നമ്മളെ തന്നെ വിളിക്കുന്ന ഒരു പേരാണ് വിശ്വാസി എന്ന് നമ്മളെ വിളിക്കാം. നമ്മളെ തന്നെ നമ്മൾ വിളിക്കുന്ന വിശ്വാസി എന്ന് വിളിക്കാം. നമ്മൾ ആത്മീയരാന്ന്, യേശുവിന് ശിഷ്യന്മാരാണെന്നൊക്കെ നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ ഈ ആത്മീയത എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം. ക്രിസ്തു കേന്ദ്രീകൃത ആത്മീയതയുടെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ അതാണ് ആത്മഫലം ഉള്ളവരാവുക എന്ന്. ആത്മഫലങ്ങളല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ആത്മഫലങ്ങളല്ല, ഒറ്റ ഫലമാണ്, ഒറ്റ ഫ്രൂട്ടാണ്. അതിന് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വഴിയോര കച്ചവടക്കാർ വെക്കുന്ന പോലെ ഒരു വശം ബെറ്റർ ആയിട്ടുള്ള ഒരു വശം വെച്ച് മറ്റൊരു വശം ഹൈഡ് ചെയ്ത് വെക്കുന്നതല്ല ആത്മീയത. ആത്മീയത എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലാവും ഈ നമ്മൾ രൂപപ്പെടണം.
നമ്മൾ ബലഹീനരാണ്, മനുഷ്യരായതുകൊണ്ട് നമ്മൾ ബലഹീനരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആദ്യത്തെ ക്ലാസ്സിൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, നമ്മിലൊരു 3 ഘടകങ്ങൾ പ്രധാനമായിട്ട്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയാൽ പോലും മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റി പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 1 അവന്റെ ക്യാരക്ടർ, 2 അവന്റെ പേഴ്സണാലിറ്റി, 3 അവന്റെ ടെമ്പറമെന്റ്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ, നമ്മുടെ അകത്ത മനുഷ്യൻ എന്ന് പറയാം. നമ്മൾക്ക് കിട്ടിയ ട്രെയിനിങ്, ബൈബിൾ കോളേജ് വഴിയോ സൺഡേ സ്കൂൾ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ നമ്മുടെ വീട്ടിലെ ട്രെയിനിങ്ങുകൾ കൊണ്ടോ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടർ. അത് എനിക്ക് എന്റെ നോംസ് ആൻഡ് വാല്യൂസ് എന്നെ പഠിപ്പിക്കുന്നത് ഈ ക്യാരക്ടറാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളൊരു ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ രൂപപ്പെടുന്ന ഈ അനുഭവങ്ങളിലൂടെയും ട്രെയിനിങ്ങുകളിലൂടെയാണ്. സമയം തന്നെ നമ്മിൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മുടെ അകത്തെങ്ങനെയാണെങ്കിലും നമ്മൾ പുറത്ത് നമ്മളെ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഈ ടെമ്പറമെന്റ്, അല്ലെങ്കിൽ ജന്മിക്കുമ്പോൾ തന്നെ കിട്ടുന്ന പ്രകൃതി സ്വഭാവം, പ്രകൃതിയാലുള്ള സ്വഭാവം. അപ്പൊ ഇവിടെ നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ ആ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് അവസാനിക്കുന്നത്, 23-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവും. പൗലോസ് നേരത്തെ നിലവിളിച്ചൊരു നിലവിളി നമ്മൾ കേട്ടിരുന്നു: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ശരീരത്തിൽ തന്നെ, മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടും? അവിടെ പൗലോസ് പറയുന്നത്, എനിക്ക് ഒരു എന്താ പറയാ, ബുദ്ധിയുടെ പ്രമാണമുണ്ട്, എന്റെ വില്ലുണ്ട്, എനിക്കൊരു ഇഷ്ടമുണ്ട്, എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വേണമെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം നമ്മുടെ ക്യാരക്ടർ. നമ്മൾ നല്ലത് പഠിച്ച, നമ്മൾ സ്വീകരിച്ച കുറെ നോംസ് ആൻഡ് വാല്യൂസ്, അത് എന്റെ ഒരു ക്യാരക്ടറാണ്. അതെനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അതനുസരിച്ച് എന്റെ പുറമെ പേഴ്സണാലിറ്റി ഞാൻ കാണിക്കാറുണ്ട്. പക്ഷേ അതിനോട് പോരാടുന്ന ഒരു പാപത്തിന്റെ പ്രമാണം എന്നിൽ കിടപ്പുണ്ട്. അപ്പൊ ഈ പാപത്തിന്റെ പ്രമാണം, ബുദ്ധിയുടെ പ്രമാണം വേണമെങ്കിൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിന്റെ ശരിതെറ്റുകൾ നിർണയിക്കുന്നത് ന്യായപ്രമാണമാണ്, ഇല്ലേ? പൗലോസിന്റെ ജീവിതത്തിലെ ഏതാ ശരി ഏതാ തെറ്റെന്ന് പൗലോസിന് മനസ്സിലാകുന്നത് പൗലോസിന്റെ ന്യായപ്രമാണമാണ്. ലോയിൽ പറയുന്നത് പോലെ ജീവിക്കുന്നതാണ് ശരിതെറ്റുകൾ. നമ്മളെ സംബന്ധിച്ച് ബൈബിൾ എന്ത് പറയുന്നോ അതാണ് നമ്മുടെ ശരിതെറ്റുകൾ. ഇപ്പൊ ബൈബിളിൽ പറയാത്തൊരു കാര്യത്തെ പറ്റി എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് കാലഘട്ടങ്ങൾക്ക് പിന്നിലായതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങളെയും നമുക്ക് ഒരു രീതിയിൽ പ്രത്യക്ഷമായിട്ട് അഭിസംബോധന ചെയ്യുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഇടയിലുള്ള സാമാന്യം ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: TV കാണുന്നത് പാപമാണോ? ഓക്കെ, മൊബൈൽ കാണുന്നത് പാപമാണോ? അപ്പം ഇങ്ങനെയുള്ള, അന്നും TV മൊബൈലൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പാപമാണോ പാപമല്ലയോ എന്നൊന്നും എഴുതിയിട്ടില്ല. അപ്പോ ഇതിനൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടാണ് നമ്മൾ അതിനെ ശരിയായ ജീവിത നിലവാരത്തിൽ കൊണ്ടുവരുന്നത്. എന്ന് പറയുന്ന പോലെ പൗലോസിനും ന്യായപ്രമാണം ഉണ്ടായിരുന്നു. ഈ ന്യായപ്രമാണം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ശരിതെറ്റുകൾ പഠിപ്പിക്കും. തന്റെ ബുദ്ധി, തന്റെ ക്യാരക്ടർ അതനുസരിച്ച് ഡെവലപ്പ് ചെയ്തു. എന്നാൽ അങ്ങനെ ചെയ്യണം, എനിക്ക് ന്യായപ്രമാണം പറയുന്നത് പോലെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിലും എന്നിലൊരു പാപമുണ്ട്. ആ പാപം വന്നിട്ട് പറയും പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ലതിനെ ക്യാൻസൽ ചെയ്യും, ഞാൻ അറിയാതെ തെറ്റി. അപ്പോഴാ പൗലോസ് നിലവിളിക്കുന്നു: ഈ പ്രമാണം ഉണ്ടായിട്ടും ഞാൻ മരണത്തിന് അധീനനാണ്, ഞാൻ പാപം ചെയ്യുന്നു. അങ്ങനെ നിലവിളിച്ച പൗലോസിനാണ് യേശുക്രിസ്തുവിൽ അഭയം ലഭിക്കുന്നതും ആത്മനിറവ് എന്നൊരു വലിയ വെളിപ്പാട് തനിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് റോമാലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇത്രയും നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ച കാര്യം. അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് പൗലോസിന്റെ ശരിതെറ്റുകളെ നിർണയിക്കുന്നതായിരുന്നു. തന്റെ ജീവിതത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടുവന്ന ന്യായപ്രമാണത്തിലുള്ള യെസ് ഓർ നോസ്, ഒക്കെ ഡൂസ് ആൻഡ് ഡോൺസ്, ഇതൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസിന് കിട്ടിയ വെളിപ്പാട് അനുസരിച്ച് നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനം തന്നു, ഗലാത്യ ലേഖനം. ഒരുപക്ഷെ ഗലാത്യ ലേഖനവും റോമാലേഖനവുമാണ് ക്രൈസ്തവ സഭയുടെ എന്താ പറയുക, ചരിത്രത്തിന്റെ നാഴികക്കല്ലായി മാർട്ടിൻ ലൂതറിനെ ഉപയോഗിക്കുന്നതിന് ഇടയാക്കിയത്. നവീകരണം ക്രൈസ്തവ സഭയിൽ കൊണ്ടുവരുവാൻ തന്റെ ദാസനായ മാർട്ടിൻ ലൂതറിനെ ദൈവം ഉപയോഗിച്ചത് റോമാലേഖനവും ഗലാത്യ ലേഖനത്തിലുമുള്ള തന്റെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന പഠനമായിരുന്നു. ഓക്കെ, അപ്പം അത് ഞാൻ തിയോളജിക്കലി പോകാതെ പ്രാക്ടിക്കൽ വശങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ ആഗ്രഹിക്കും. അപ്പൊ ഈ പരിച്ഛേദന, ഇപ്പൊ ഇവിടെ ഈ ഗലാത്യ ലേഖനം എഴുതാനുള്ള ഒരു കാരണം, വചനം പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം, ക്രിസ്തു സഭ വിജാതീയ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. വിജാതീയർ എന്ന് വെച്ചാൽ ആരാണ്? യഹൂദനല്ലാത്ത എല്ലാം ജാതിയ. അപ്പൊ
ആ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു കൂട്ടം ആളുകൾ ക്രിസ്തുവിന്റെ അനുയായികളെന്ന് സന്തോഷിച്ചിരിക്കുമ്പോ യെരുശലേമിൽ നിന്ന് വന്ന ചില യഹൂദ വിശ്വാസികൾ അവർ ഈ സഭയെ പഠിപ്പിച്ചു, യേശുക്രിസ്തുവിലെ വിശ്വാസം മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? പരിച്ഛേദന കൂടെ ഏൽക്കണം. ഈ പരിച്ഛേദന കൂടെ ഏൽക്കണം എന്ന് വന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി, തിയോളജിക്കൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. ഈ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലെ ആദ്യത്തെ ജെറൂസലേം കൗൺസിലും കൈകാര്യം ചെയ്യുന്ന വിഷയം. അപ്പം ഈ ഒരു പുതിയൊരു ടീച്ചിങ് അല്ല, ക്രിസ്തുവിന്റെ വിശ്വാസം പോരാ, പരിച്ഛേദന കൂടെ ആവശ്യം. ജനനേന്ദ്രിയത്തിന്റെ മുൻഭാഗത്തെ സ്കിൻ റിമൂവ് ചെയ്യുന്ന ഒരു പ്രക്രിയ. അത് പഴയ നിയമത്തിൽ അബ്രഹാമിനോട് ദൈവം കൊടുത്ത ഉടമ്പടിയുടെ അടയാളമാണ് പരിച്ഛേദന. ഈ പരിച്ഛേദന ഏൽക്കണം എന്നൊരു സന്ദേശം ഈ ക്രൈസ്തവ സമൂഹത്തിൽ വന്നപ്പോ പൗലോസ് വളരെ രൂക്ഷമായി അതിനെ എതിർക്കുന്നതാണ് ലേഖനം. ആ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? യേശു ക്രൂശിക്കപ്പെട്ടതിന്റെ അർത്ഥം പരിച്ഛേദന ചെയ്യുന്നതോടുകൂടെ നഷ്ടമാവുകയാണ്. അതാണ് പൗലോസ് പറഞ്ഞു വെക്കുന്ന കാര്യം. ആ 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ജാതികളായ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദന കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ. ഈ ഒരു സന്ദേശമാണ് ഈ ലേഖനത്തിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 1-2 കാര്യം വളരെ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, സെൻസിറ്റീവായി കേൾക്കണം. ഇനി ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം അനുവദിക്കുന്ന പക്ഷം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഡയറക്ട്ലി യു ക്യാൻ കോൺടാക്ട് മീ ഓർ യു ക്യാൻ സെൻഡ് ക്വസ്റ്റ്യൻ ടു പാസ്റ്റർ ജിബിൻ. ഓക്കെ, നമ്മൾ അതിനെപ്പറ്റി പിന്നീട് ഡിസ്കസ് ചെയ്യാൻ അവസരം എടുക്കും. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് അതിനെല്ലാം ഡിസ്കസ് ചെയ്യാനുള്ള സമയങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഈ ന്യായപ്രമാണത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിച്ഛേദന ഏറ്റ ഒരാള്, ഈ പരിച്ഛേദനയും ന്യായപ്രമാണ അഗ്രചർമ്മം എന്നൊക്കെ പറയുന്നത് ഈ കൂടുതലും സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് ഇതിന്റെ കൂടെ വരാനൊക്കെ, കാരണം ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ കുറച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബാക്കി കാര്യം മനസ്സിലാവൂ. അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്നൊരു കാര്യം, പഴയ നിയമത്തിൽ നമുക്കറിയാം ന്യായപ്രമാണം ഒരാൾ അനുഷ്ഠിക്കണം. അതൊരു ഉടമ്പടിയാണ്, പഴയ ഉടമ്പടിയാണ്. ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അനുസരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന 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 കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു പ്രോമിസും ഉണ്ട്, അതിനൊരു ഡിമാൻഡും ഉണ്ട്. ഇത് രണ്ടും ചേരുന്ന പഴയ ഉടമ്പടി. ഈ പഴയ ഉടമ്പടിക്ക് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്, എല്ലാ പുരുഷന്മാരോടും പറഞ്ഞു, നിങ്ങൾ പരിച്ഛേദന ഏറ്റു. അപ്പൊ ഒരാൾ പരിച്ഛേദന ഏറ്റാൽ അയാൾ ന്യായപ്രമാണം മുഴുവൻ പാലിക്കണം. ഗലാത്യ ലേഖനം 5:8. ഗലാത്യർ 5:8 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 3:8. ഞാൻ ആ വാക്യങ്ങളെല്ലാം വായിച്ചു വിടുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് പിന്നീട് നിങ്ങൾ വായിക്കുക. ഗലാത്യർ 3:8 5:8 ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 5:3 ഞാനത് സ്പെസിഫിക് ചെയ്ത് വായിക്കാം. പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 5:3 കൃത്യമായിട്ട് ആ വാക്യമുണ്ട്. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരാൾ പരിച്ഛേദന ഏറ്റാൽ, യേശുവിനെ അറിഞ്ഞിട്ടും ഒരാൾ പരിച്ഛേദന ഏറ്റ് കഴിഞ്ഞാൽ പിന്നെ പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? അയാൾ ഈ ന്യായപ്രമാണം മുഴുവനും അനുസരിക്കണം. ഈ ന്യായപ്രമാണം മുഴുവനും അനുസരിക്കണം. ന്യായപ്രമാണം മുഴുവനും അനുസരിക്കണം എന്നുള്ള അവസ്ഥ വരും. കാരണം പരിച്ഛേദന ഏറ്റാൽ അവൻ ന്യായപ്രമാണത്തിന്റെ ഉടമ്പടിക്ക് വിധേയനാവുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് മാറുക. എന്നാൽ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം, യാക്കോബ് 2:10 പറയുന്നു, ന്യായപ്രമാണത്തിന്റെ പാലനത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഒരുവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചിട്ട് ഒന്നിൽ തെറ്റിപ്പോയാൽ മുഴുവനും തെറ്റിയതിന് തുല്യമാണ്. 100 കൽപ്പനയുണ്ടെങ്കിൽ ഈ 100 കൽപ്പനയിൽ 1 തെറ്റിച്ചാൽ എന്ത് പറ്റും? 99 നല്ലത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒറ്റ തെറ്റിൽ മുഴുവനും ക്യാൻസൽഡ് ആയി. അതാണ് ന്യായപ്രമാണം. അപ്പൊ ഈ പരിച്ഛേദന ഏൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ന്യായപ്രമാണത്തിലുള്ള കൽപ്പനകൾ എങ്ങനെയെങ്കിലും പാലിക്കാൻ ശ്രമിക്കും. അവിടെയാ പൗലോസ് പറയുന്നത്,
ഞാൻ നല്ലത് ചെയ്യാൻ ഇച്ഛിക്കും, പക്ഷെ എന്റെ പാപത്തിന്റെ പ്രമാണം എന്നോട് പറഞ്ഞ് എന്നെ അത് ചെയ്യിക്കാതിരിക്കുമ്പോ എത്ര കൊണ്ടും എനിക്ക് ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ പറ്റുന്നില്ല. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ പറ്റാതെ വരുമ്പോഴാണ് നിലവിളിക്കുന്നത്. എന്നാൽ അവിടെയാണ് ദൈവം തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നതിന്റെ കാര്യം, കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളെ നമ്മളെ അനുസരിപ്പിക്കാൻ നമ്മളെ പ്രാപ്തിയാക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ജഡം കൊണ്ട് ഞാൻ എത്ര കണ്ട് ന്യായപ്രമാണത്തെ അനുസരിക്കാൻ ശ്രമിച്ചാലും അനുസരിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ സമയം കിട്ടുമ്പോൾ ഈ ആവർത്തന പുസ്തകത്തിലെ പ്രമാണങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കും. സംഖ്യാപുസ്തകത്തിലേക്ക് വായിച്ചു കേട്ട് കഴിഞ്ഞാൽ ചില സമയം നമ്മൾ ഓർക്ക് ഇങ്ങനെയും ഒരു കാലത്തിൽ മനുഷ്യൻ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ അത്രമാത്രം എന്താ പറയാ, അതൊരു സാമൂഹികപരമായിട്ടൊരു കസ്റ്റമായി, റിലീജിയസ് കസ്റ്റമായി, അവരുടെ ഒരു മതപരമായിട്ടുള്ള ഒരു സംവിധാനമായി നമുക്കതിനെ കാണാം. അങ്ങനെയും ജീവിക്കുന്നവരുണ്ട്. ഇന്നും നമ്മുടെ ഇടയിൽ ആ മതങ്ങളെല്ലാം നിലകൊള്ളുന്നുണ്ട്. അതിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതേ രീതിയിൽ അവർ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ആത്മീയത ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ഏതാ? വിശ്വാസികളായിട്ടുള്ള, ബൈബിൾ വിശ്വസിക്കുന്ന പുതിയ നിയമ വിശ്വാസികളായ, എവിടെ കറുകച്ചാലും കോട്ടയത്തും വെസ്റ്റ് ബംഗാളിലും ഒക്കെ കിടക്കുന്ന നമുക്കൊക്കെ അനുസരിക്കാനുള്ളത് ന്യായപ്രമാണം അല്ല. നമ്മുടെ ആത്മീയത ന്യായപ്രമാണത്തെ ബേസ്ഡ് അല്ല. നമ്മുടെ പ്രമാണം അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഓക്കെ, യേശു ക്രിസ്തുവിലൂടെയാണ്. നമുക്ക് ന്യായപ്രമാണവുമായിട്ട് വല്ല ബന്ധം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു വഴിയുള്ള ബന്ധമേ ഉള്ളൂ. കാരണം ന്യായപ്രമാണം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഈ ന്യായപ്രമാണത്തെ അറിഞ്ഞതുപോലെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോ, യേശുക്രിസ്തു എന്തിന് വന്നെന്ന് പഠിച്ചപ്പോഴാണ് ഞാൻ ഈ ന്യായപ്രമാണത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയതും ആ ന്യായപ്രമാണം മനസ്സിലായതും ദൈവത്തിന്റെ വെളിപ്പാട് എനിക്ക് കിട്ടിയതുമൊക്കെ. അപ്പൊ ന്യായപ്രമാണാധിഷ്ഠിതമായ ഒരു ആത്മീയത അത് ന്യൂ ടെസ്റ്റ്മെന്റ് സഭ ആരംഭിച്ചപ്പോ, 1-ാം നൂറ്റാണ്ടിൽ സഭ ആരംഭിച്ച ആ സഭയിൽ എല്ലാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമെങ്കിലും അവിടെയും സഭയിൽ ചില പ്രശ്നമുണ്ട്. ആ പ്രശ്നം തൊട്ടാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടും. അത് ആ അടിച്ചേൽപ്പിക്കുന്നതാണ് പരിച്ഛേദന ഏൽക്കണം. അത് വന്നങ്ങ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരിച്ഛേദന രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും നിങ്ങൾക്ക് ഇനി പരിശുദ്ധാത്മ നിറവിൽ അന്യഭാഷയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങള് പരിച്ഛേദന ഏൽക്കണം. ഈ ആചാരം അടിച്ചേൽപ്പിക്കുന്നു. മാത്രമല്ല, പരിച്ഛേദന മാത്രം പോരാ, നിങ്ങൾ ഈ ശബത്ത് ആചരിക്കണം, നിങ്ങള് പെരുന്നാളുകൾ ആചരിക്കണം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ബലഹീനവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകും. നിങ്ങൾ കാലങ്ങളെയും ആണ്ടുകളെയും മാസങ്ങളെയും പ്രമാണിക്കുന്നു. നമ്മൾ ഈ വാക്യത്തെ ഉപയോഗിക്കുന്ന മുഴുവനും നമ്മള് ബർത്ത്ഡേക്കാലും പ്രാർത്ഥിച്ചാലൊക്കെ ഉടനെ ഈ വാക്യം ആൾക്കാർ കൂട്ടിക്കൊണ്ടുവരും. നിങ്ങൾ കാലങ്ങളെ, ആണ്ടുകളെ, മാസങ്ങളെ. ഇത് ബർത്ത്ഡേയുടെ കാര്യമൊന്നും അല്ല അവിടെ പറയുന്നത്. അവിടെ പെരുന്നാളുകളെ പറ്റി പറയാണ്, ശബത്തിനെ പറ്റി പറയാണ്. ഓക്കെ, അതെല്ലാം കൊണ്ടുവന്നിട്ട് ഈ ഇവരെ ആ പഴയ ആചാരങ്ങൾ നിലനിർത്തണം എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഈ മാസങ്ങളും ആണ്ടുകളും കാലങ്ങളും എന്നൊക്കെ പറഞ്ഞ് ബർത്ത്ഡേക്ക് വരുമ്പോൾ ഞാൻ അതിന് ഡിഫെൻഡിങ്ങിനൊന്നും ഇപ്പൊ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഞായറാഴ്ചത്തെ ആരാധന പോലും തെറ്റാണ് ആ രീതി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഈ വാക്യത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ആചാരങ്ങളിലേക്ക് പോകും. നമ്മൾ എന്തായാലും ന്യൂ ഇയറിന്റെ ഇപ്പം ഉദാഹരണം പറഞ്ഞ ഡിസംബർ 31 ആചരിക്കുന്നവരുണ്ട്, തെറ്റാട്ടോ. ആചരിക്കുന്ന ആരെങ്കിലും ഡിസംബർ 31 അന്ന് പ്രാർത്ഥിക്കോ, ആചരിക്കോ, ന്യൂ ഇയർ ആണേ എന്ന് പറഞ്ഞ് ആചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങേറ്റം തെറ്റ്. എന്നാൽ 31 നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൽ അതെല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ അത്രയും സന്തോഷം. അതൊക്കെ മറ്റൊരു വശമാണ്. ഞാൻ ആ ഭാഗത്തോട്ട് വീണ്ടും പോകുന്നില്ല. ഈ കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്ന പൗലോസ് പറഞ്ഞു, ഇവരെ ആചാരം അടിച്ചേൽപ്പിക്കും. യു ഷുഡ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോ ഇവര് വിശ്വസിക്കുന്ന ജാതികളിൽ നിന്ന് വന്ന അവരുടെ വിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇത് ആചരിച്ചാലേ പറ്റുള്ളൂ എന്ന് കരുതി പാവങ്ങളെല്ലാം കൂടെ പിന്നെ ഈ പെരുന്നാളൊക്കെ ആഘോഷിക്കാനും ആചരിക്കാനും പോവാം. പൗലോസ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. 2, പൗലോസ് പറയുന്നു, നിങ്ങൾ അവരെ യഹൂദ മര്യാദ പഠിപ്പിക്കും. യഹൂദ മര്യാദ പഠിപ്പിക്കും. ഗലാത്യ ലേഖനം 2-14 വാക്യത്തിൽ പത്രോസിനോട് പറയുകയാണ്, നീ യഹൂദന്റെ മര്യാദ ആരെ പഠിപ്പിക്കുന്നു? ജാതിയെ പഠിപ്പിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഫുഡ് സിസ്റ്റം ഉണ്ട്, കസ്റ്റമുണ്ട്. ഫുഡ് സിസ്റ്റം, യഹൂദനൊരു ഫുഡ് സിസ്റ്റം ഉണ്ട്. ആ ഫുഡ് സിസ്റ്റം നമുക്കറിയാം.
എന്നതൊക്കെ കഴിക്കരുത്, എന്നൊക്കെ കഴിക്കാന്നൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വന്നിട്ട് ഈ പത്രോസ് പോലും, ഏതാ ഗലാത്യ സഭ വന്ന പത്രോസ് പോലും വന്നിരുന്നിട്ട് ഈ സിസ്റ്റം അങ്ങ് പഠിപ്പിക്കുക. ആദ്യം കുഴപ്പമില്ലായിരുന്നു, പത്രോസ് എല്ലാം കഴിക്കുമായിരുന്നു. പക്ഷെ ഈ കുറച്ച് യഹൂദര് യെരുശലേമിൽ നിന്ന് വന്നപ്പോ പത്രോസ് ഒന്ന് അങ്ങോട്ട് മാറി. ചില ആളുകൾ അത് വ്യാഖ്യാനിച്ച കേട്ടോ, പത്രോസ് കസേര മാറിയിരുന്നതിനാ അവിടെ സത്യത്തിൽ പൗലോസ് ബഹളം വെച്ചെന്നല്ലോ. ഇത് കസേര മാറ്റത്തിന്റെ പ്രശ്നമല്ലായിരുന്നു. അവിടെ സത്യത്തിൽ ജാതിയുടെ ആഹാരം കഴിച്ചു പത്രോസ്. ജാതികളുടെ കൂട്ടത്തിൽ ഇരുന്ന്, ഉദാഹരണം പറയാവേ, നമ്മുടെ ഭാഷയിൽ പറയും, നിങ്ങൾ പിന്നീട് സംശയം ഉണ്ടായി ദൂരീകരിക്കാം. ഈ ഉദാഹരണം പറഞ്ഞ ജാതികൾ പലതും കഴിക്കും. യഹൂദന് പന്നി കഴിക്കാൻ പറ്റില്ല, പന്നി കഴിക്കാം, പഴയ നിയമത്തിൽ പന്നി കഴിക്കരുത്. പക്ഷെ ഈ ജാതികളുടെ കൂട്ടത്തിൽ വന്ന പന്നി കൊടുത്താൽ കഴിക്കണം. അപ്പൊ ഇവരിത് യഹൂദന്മാർ ജാതികളുടെ ഇടയിൽ വന്ന് ഇത് കഴിക്കും. എന്നിട്ട് യഹൂദൻ വന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് പത്രോസ് ഇതൊക്കെ മായിച്ചിട്ട് അപ്പുറം പോയിരുന്നു, ഞാനിതൊന്നും കഴിക്കത്തില്ല എന്നുള്ളത്. അതിനെ പൗലോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഇത് കസ്റ്റമാണ്, ജൂവിഷ് കസ്റ്റം. ഈ ഞാൻ അതിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. മര്യാദ അനുസരിപ്പിക്കുക. അപ്പൊ രണ്ട് പ്രശ്നം ഈ സഭയിലുണ്ട്. ഒന്നെന്താണ്? ആചാരം അടിച്ചേൽപ്പിക്കുന്നു. രണ്ട്, മര്യാദകൾ. ഒന്ന് റിലീജിയസ് ആചാരങ്ങളും, രണ്ട് സോഷ്യൽ ആയിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള കസ്റ്റംസും ഇവരെ അടിച്ചേൽപ്പിക്കുക. ഈ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾ ഇതൊന്നും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇവര് ആത്മാവിൽ വിടുവിക്കപ്പെട്ടവരാണ്. കാരണം പരിശുദ്ധാത്മാവിൽ വന്ന ഒരാൾക്ക് ഈ ന്യായപ്രമാണത്തിന്റെ എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ അനുസരിക്കേണ്ടതായിട്ടില്ല. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ചിന്തിക്കും. കാരണം ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു കാര്യം, നമ്മുടെ ആത്മീയതയിൽ പലപ്പോഴും ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി വിട്ടിട്ട് നമ്മൾ ഇപ്പോഴും ലോ സെന്റേർഡ് സ്പിരിച്വാലിറ്റിയിലോട്ട് പോകാറുണ്ട്. ന്യായപ്രമാണത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട ആത്മീയതയിലേക്ക് പോകും. ബൈബിളിൽ ദൈവം നമുക്ക് പഴയ നിയമം പുതിയ നിയമം തന്നു. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ്. എന്നാൽ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ശൈലി രൂപീകരിക്കപ്പെടുന്നത് ക്രിസ്തു ഈ കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി. വളരെ സങ്കടകരമായി പറയാവുന്ന ഒരു കാര്യമാണ്, ഇന്നും നമ്മുടെ ക്രൈസ്തവ സഭയിൽ നമ്മൾ എന്ത് ഉടുക്കണം, എങ്ങനെ നമ്മൾ നടക്കണം എന്നതിനെ പറ്റി ഇപ്പോഴും ഭയങ്കര തർക്കങ്ങളാണ്. ഇപ്പോഴും നമ്മൾ ആത്മീയതയിൽ വളർന്നില്ലെന്നാണ് അതിന്റെ വളരെ രസകരമായ ഒരു ചിത്രം. ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടെ എന്നാ ഉടുക്കണം, എങ്ങനെ ഉടുക്കണം, എന്തിനു ഉടുക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, ഇതൊക്കെ ഭയങ്കര ചർച്ചകളാണ്. സത്യത്തിൽ ഈ ഒരു ചർച്ചയുടെയൊക്കെ ആവശ്യം സത്യത്തിൽ ഇല്ല. കാരണം ഇതൊക്കെ വിട്ട് നമ്മൾ ആദ്യ പാഠങ്ങളൊക്കെ വിട്ട് വരേണ്ട സമയം എന്തേ കഴിഞ്ഞു. ഓക്കെ, അതിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോഴും നമ്മൾ ലോ സെന്റേർഡ് ആണ്, ക്രൈസ്റ്റ് സെന്റേർഡ് ആകുന്നു. നമ്മുടെ ആത്മീയത പലപ്പോഴും ഇപ്പോഴും ന്യായപ്രമാണ കേന്ദ്രീകൃതമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായി വരുമ്പോഴാണ് നമുക്ക് ചെയ്യണോ വേണ്ടയോ എന്നൊരു ക്വസ്റ്റ്യൻ വരില്ല. അത് ഞാൻ ഒരുപക്ഷെ വിചാരിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ ക്ലിയർ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മുടെ എല്ലാം എപ്പോഴും സംശയമാണ്, അത് ചെയ്യണോ വേണ്ടേ, എനിക്ക് ഈ ഡ്രസ്സ് ഇടാമോ ഇടത്തില്ലേ, എനിക്ക് എന്താ പറയാ TV കാണാമോ കാണത്തില്ലേ, തിയേറ്ററിൽ പോകുന്നത് ശരിയാണോ തെറ്റാണോ, പിന്നെ പ്രേമിക്കുന്നത് ശരിയാണോ തെറ്റാണോ, പിന്നെ എനിക്ക് ഇടുന്ന ഡ്രസ്സ് എല്ലാം നമുക്കെല്ലാം ശരിയാണോ തെറ്റാണോ, ശരിയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ക്യാമ്പോ അല്ലെങ്കിൽ ICPF ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ യൂത്ത് ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് അറിയാം. ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഇതാണ്, പറ്റുമോ ഇല്ലയോ. സോ ഡൂസ് ആൻഡ് ഡോൺസിനെ പറ്റി ഇപ്പോഴും വറീഡ് ആണ് നമ്മൾ. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ലോ സെന്റേർഡ് സ്പിരിച്വാലിറ്റിയിലാണ്, ന്യായപ്രമാണ കേന്ദ്രീകൃത ആത്മീയതയിലാണ്. എന്നാൽ ക്രിസ്തു കേന്ദ്രീകൃത ആത്മീയതയിൽ വരുമ്പോൾ ഗുണം ഞാൻ പറയും. യോഹന്നാൻ അതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞൊരു വാക്കുണ്ട്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ മേൽ ഇരിക്കുന്നുവല്ലോ, ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ, ക്രിസ്തു എന്നിൽ വസിക്കുമ്പോൾ, ആത്മാവ് എന്നിൽ വസിക്കുമ്പോൾ ഇത് റൈറ്റ് ഓർ റോങ് എന്നുള്ളത് ഈ ആത്മാവിനെ പഠിപ്പിക്കും. ഈ ക്രിസ്തുവിന്റെ സന്ദേശം എന്നെ പഠിപ്പിക്കും. ഇന്നും ഇതൊരു ചർച്ചയായി കൊണ്ടുപോകുന്ന പലർക്കും ക്രൈസ്റ്റ് സെന്റേർഡ് സ്പിരിച്വാലിറ്റി മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതാണ് ഈ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് കരഞ്ഞു നിലവിളിക്കുന്ന കാര്യം. ഇതാണ് ഇന്നും ഇതൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം. നമ്മൾ എവിടെയോ ഒത്തിരി പ്രമാണാധിഷ്ഠിതമായിട്ട് കാര്യങ്ങളെ കാണുന്നു, ക്രിസ്തുവിലൂടെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. രണ്ട് അപകടങ്ങളുണ്ട് നമ്മുടെ ഈ ആത്മീയ ഗോളത്തിൽ. നമ്മുടെ ആത്മീയ ഗോളത്തിലെ രണ്ട് അപകടങ്ങൾ. ഒരു അപകടം, ഒരു കൂട്ടം ആളുകൾ പറയുന്നു, വി ഡോണ്ട് നീഡ് ഓൾഡ് ടെസ്റ്റ്മെന്റ്, നമുക്ക് പഴയ നിയമം ആവശ്യമില്ല.
ഒരു കൂട്ടം ആളുകൾ പറയുകയാണ് നമുക്ക് പഴയ നിയമം ആവശ്യമില്ല. കീറിക്കളയാൻ പ്രസംഗിച്ച ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കീറിക്കളയണം, പഴയ നിയമം കീറിക്കളയണം എന്ന് പ്രസംഗിച്ച ആളുകൾ. ഈ പഴയ നിയമം കീറിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതിയ നിയമം എങ്ങനെയാ മനസ്സിലായത്? പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം ഇല്ല. കാരണം ദൈവവചനം കൃത്യമായി നമ്മളെ 2 തിമോഥെയോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നു. ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ഗോഡ് ബ്രീത്hed. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവശ്വാസീയമാണ്. എന്തിന് നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പഴയ പ്രമാണവും നമ്മൾക്ക് നമ്മുടെ തിരുവെഴുത്തുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കും? അതിന്റെ കാര്യം ഒന്ന്, റോമലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം, റോമർ 15:4 പറയുന്നു, ഇത് നിങ്ങൾക്ക് ഉപദേശത്തിന്, ആശ്വാസത്തിന്, സ്ഥിരതയ്ക്ക്, പ്രത്യാശയ്ക്ക്. ഓക്കെ, റോമാലേഖനം 15:4. 1 കൊരിന്ത്യർ 10:11 പറയുന്നു, ഈ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതല്ല നിങ്ങളുടെ ദൃഷ്ടാന്തത്തിന്, നിങ്ങളുടെ ബുദ്ധി ഉപദേശത്തിന് എഴുതിയിരിക്കുന്നു. 1, ദൈവവചനം അത് ഗോഡ് ബ്രീത്ഡ് ആയതുകൊണ്ട്. 2, ഉപദേശത്തിന്, ആശ്വാസത്തിന്, സ്ഥിരതയ്ക്ക്, പ്രത്യാശയ്ക്ക്. 3, നമ്മുടെ ബുദ്ധി ഉപദേശത്തിന്. 4, കവനന്റ് എന്താന്ന് മനസ്സിലാകും. എന്താണ് ഉടമ്പടി എന്ന് മനസ്സിലാകും. അപ്പൊ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന തിരുവെഴുത്തുകളെ വലിച്ചു കീറി കളയാൻ പറയുന്നവർ അങ്ങേയറ്റം ദുരുപദേശമാണ്. ആ ദുരുപദേശത്തെ ഞാൻ പ്രത്യേകിച്ച് കണ്ടിക്കേണ്ട കാര്യമില്ല, എല്ലാവരും കണ്ടിക്കില്ലായിരുന്നു. ഒത്തിരി പേര് നമ്മൾ ആ ദുരുപദേശത്തെ എന്താ പറയാ കണ്ടിക്കാൻ ലൈവായിട്ട് ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം, അതിനെപ്പറ്റി കൂടുതൽ അറിയാം. എന്നാൽ നമ്മൾ കണ്ണിക്കാതെ പോകുന്ന ഒരു ദുരുപദേശമുണ്ട്, അറിഞ്ഞോ അറിയാതെ നമ്മളും ഇൻവോൾവ്ഡ് ആകുന്ന ഒരു ഉപദേശം. അതിലേക്ക് ഓക്കെ, 2 അപകടമാണ് ഞാൻ പറഞ്ഞു വന്നത്. 1, ഏതാ? പഴയ നിയമം വേണ്ടെന്ന് പറയും. 2ാമത്തെ അപകടം ഞാൻ പറയും. 2ാമത്തെ അപകടം, പഴയ നിയമത്തെ പഴയ നിയമ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുന്നതാണ് 2ാമത്തെ അപകടം. പഴയ നിയമത്തെ പഴയ നിയമ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുന്നതാണ് 2ാമത്തെ അപകടം. അത് നമ്മുടെ ഇടയിൽ വളരെ സർവ്വസാധാരണമാണ് ആ വ്യാഖ്യാനം. പഴയ നിയമത്തെ ഒരിക്കലും പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റില്ല, അത് യഹൂദനെ പറ്റും. പഴയ നിയമത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് പുതിയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന്. ഓക്കെ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ഞാൻ വിശ്വസിക്കുന്നു. പഴയ നിയമത്തെ ഞാൻ വ്യാഖ്യാനിക്കേണ്ടത് മുഴുവനും യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിലൂടെ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ എന്റെ സ്പിരിച്വാലിറ്റി പോകും. അതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം. ഉദാഹരണത്തിന് എന്താ പറയാ, ഓക്കെ, നിന്റെ സഹോദരനെ സ്നേഹിക്കുക എന്നും കർത്താവ് തന്നെ പറയുന്നു, ശത്രുവിനെ പകയ്ക്ക എന്നും കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പഴയ നിയമത്തിന്റെ അകത്ത് പറയുന്നത് നിന്റെ ശത്രുവിനെ പകയ്ക്കാൻ അങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതങ്ങനെ പഴയ നിയമത്തിലുണ്ട്, അത് ദൈവവചനം തന്നെയാണ്. പക്ഷേ അതിനെ അവിടെ നിന്ന് വ്യാഖ്യാനിക്കാൻ പാടില്ല. ആ പഴയ നിയമ കോണ്ടെക്സ്റ്റിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ പാടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രശ്നം എന്താ? ഞാൻ ഒരാളിൽ ശത്രുതാ മനോഭാവം വളർത്തുക. നമ്മുടെ ഇടയിൽ ഒത്തിരി സ്പിരിച്വാലിറ്റി, അത്ര സ്പിരിച്വാലിറ്റി ഇടയിൽ വന്ന് നിനക്കെതിരെ പോരാട്ടമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തൊട്ടടുത്തിരിക്കുന്ന ചേട്ടനോടോ ചേച്ചിയോടോ ഒക്കെ നമുക്ക് വല്ലാത്ത വൈരാഗ്യം. നമ്മുടെ വീടിന് തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നതോട് നമുക്കങ്ങ് ദേഷ്യ. കാരണം നമ്മുടെ തലയിൽ കൈവച്ച് വന്ന് പറയുന്ന ദൂതെന്താ? നിങ്ങൾക്കെതിരെ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ ശത്രുവിനോടുള്ള പക വർദ്ധിപ്പിക്കുന്ന ഒരു വ്യാഖ്യാനങ്ങൾ ധാരാളം. ഇത് ചെയ്യില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ക്ഷുദ്രപ്രയോഗമില്ലെന്നോ ആഭിചാരമില്ലെന്നോ അല്ല. നീ വീടിന്റെ ഫ്രണ്ടിലുള്ളവർ ചെയ്തിട്ടുണ്ടാവാം. സ്പിരിച്വൽ റെലം എന്ന് പറയുന്നതാണ്. ആത്മീയ ഗോളത്തിൽ ഇത്തരം വെല്ലുവിളികളുണ്ട്. പക്ഷേ ശത്രുവിനെ പകപ്പിക്കുന്ന അല്ലെങ്കിൽ പകയ്ക്കുക എന്ന് പറയുന്ന ഒരു സന്ദേശം ആ പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഉദാഹരണം പറയാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ അബദ്ധവശാൽ എനിക്ക് ഒത്തിരി ദൈവദാസന്മാരെ ബഹുമാനമുണ്ട്. പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം ബഹുമാനമാണ്. എന്റെ വീട്ടിലും ഇഷ്ടംപോലെ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. ഞാനും ആ ദൈവത്തിന്റെ കൃപയാൽ ആ ശുശ്രൂഷകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എങ്കിൽ തന്നെയും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം, ഒരിക്കൽ ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ കയറി ചെല്ലുമ്പോ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സഹോദരനോട് ഒരു ദൈവദാസൻ പറയുക, പേര് ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ ജോർജ് എന്ന് പറയുന്ന പേര് ആരെങ്കിലും? അപ്പം ഇദ്ദേഹം പറഞ്ഞു, ജോർജ് കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല, ഒന്നുകൂടെ ആലോചിക്കാൻ പറഞ്ഞു. ഇപ്പൊ ജോർജ് എന്ന് പറയുന്നത് ഉണ്ട്, കസിനാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബോഡി സ്ട്രക്ചർ ഒക്കെ പറഞ്ഞു, മീശയുണ്ടോ, നീളമുണ്ടോ, പൊക്കമുണ്ടോ. ഓക്കെ, അപ്പം ഇവര് വെച്ച് നോക്കുമ്പോ ഓക്കെ, അതും കറക്റ്റാണ്. അവര് നിങ്ങളുടെ തലമുറയ്ക്കെതിരെ പിന്നെ ബാക്കി അറിയാലോ എന്താ പറയാൻ പോകുക. അപ്പൊ ഈ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യന് സത്യമാണ്, എനിക്ക് അന്നേരം തോന്നിയതാണ്.
ഇതാണ് അടുത്ത നിമിഷം വന്ന റെസ്പോണ്ട്. ഓക്കെ, ഈ മനുഷ്യൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ എങ്ങനെയായിരുന്നു? ഇനി ജോർജ് എന്ന് പറയുന്ന ആളെ കാണുമ്പോൾ ഈ മനുഷ്യൻ ഒരു കാലത്ത് സ്നേഹിക്കാൻ പറ്റും. കാരണം തലമുറയ്ക്ക് നേരെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇല്ലെന്നല്ല പറയുന്നത് കേട്ടോ, ഇത് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഈ യെരമ്യാ പ്രവചനത്തിലെ ചില വാക്യങ്ങളുണ്ട്. അവൻ ഭ്രാന്തനായി ഓടിപ്പോകുമെന്നൊക്കെ ഉള്ളൊരു വാക്യമുണ്ട്. ആ വാക്യം കൂടെ ചേർത്താ പറയുന്നത്. അപ്പോൾ എന്തീ പറ്റുന്നേ? ഈ കേൾക്കുന്ന മനുഷ്യന്റെ ഉള്ളിലേക്ക് ജോർജ് നാളെ എങ്ങനെ ഓടണം? ഭ്രാന്തനായിട്ട് ഓടണം. ഇതാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ കയറി വന്നത് ഈ ഈ ഈ എന്താ പറയുക, ലോ സെന്റേഡ് ആകുമ്പോൾ പ്രശ്നം അതാണ്. ക്രൈസ്റ്റ് സെന്റേഡ് മാറി പ്രമാണാധിഷ്ഠിതത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇടയിലുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ, ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് നമ്മൾ കറക്റ്റ് ആക്കേണ്ട ഭാഗമാണ്. നമ്മളൊരു ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്. നമ്മൾ ഒരു കാര്യത്തെ കാണുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായി അതിനെ വ്യാഖ്യാനിക്കാൻ പഠിക്കണം. ഒരു ഉദാഹരണം വേണം, ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഈ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒത്തിരി പറയാൻ തോന്നും. അതുകൊണ്ട് ഞാൻ ഒത്തിരി എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല. ദൈവം അനുവദിക്കുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പ്രസംഗം ഞാൻ കേട്ടു. ദീന ദേശത്തിലെ കന്യകമാരെ കാണാൻ, ദീന ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയി. അറിയാം, ആ സ്റ്റോറി അറിയാമെന്ന് വിശ്വസിക്കുന്നു. യാക്കോബ് അടുത്ത വാക്ക് ദീന കലോത്സവത്തിന് ഇന്റർപ്രിട്ടേഷൻ ആണ്. ദീന എവിടെ പോയി? കലോത്സവത്തിന്. ഇത് കേൾക്കുന്ന ആ കുഞ്ഞിന്റെ അല്ലെങ്കിൽ തൊട്ടു ഫ്രണ്ടിലിരിക്കുന്ന കൊച്ചിന്റെ വിചാരം കലോത്സവത്തിന് മേലാൽ പോയി പങ്കെടുത്തേക്ക്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും. എന്നാൽ ആ ദീനയുടെ സ്റ്റോറി എന്താന്നാ പറയുക? അതിനകത്ത് എത്തിക്സ്, അതിനകത്ത് ദൈവ സന്ദേശം വളരെ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സന്ദേശം അതിനകത്ത്. നമ്മളിങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രശ്നം, തെറ്റിദ്ധാരണകൾ ആളുകളിലുണ്ട്. അപ്പൊ തൊട്ട് ആ കുട്ടിക്കുള്ള സംശയം ഇതാണ്, കലോത്സവത്തിന് പോകുന്ന ശരിയോ തെറ്റോ? ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇടയിൽ നമ്മുടെ തലമുറകളെല്ലാം ഉണ്ട്. ഇവരൊക്കെ വളർന്നു വരിക. അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ സ്കൂളിൽ ആർട്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മൾ വേർപെട്ടവരാണ്. നമ്മൾ എങ്ങനെ പങ്കെടുക്കാം, എങ്ങനെ പങ്കെടുക്കാൻ പാടില്ല എന്ന് നമുക്ക് ക്രിസ്തു കേന്ദ്രീകൃതമായി മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം. എന്നാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടുമ്പോ ഒരു പേടി, ഇത് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. ഓക്കെ, അപ്പൊ ഈ പഴയ നിയമത്തെ ആ പഴയ നിയമത്തിന്റെ കണ്ണിലൂടെ അല്ല വ്യാഖ്യാനിക്കുന്നത്, ക്രിസ്തുവിലൂടെ വ്യാഖ്യാനിക്കാൻ നമുക്കതിനെ കഴിയും. വീണ്ടും നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, ഒന്ന് രണ്ട് കാര്യം. രണ്ടാമത്തെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മുഴുവൻ മെറ്റീരിയലിസത്തിലാണ്. നമ്മുടെ നിയമങ്ങളും നമ്മുടെ അനുഗ്രഹങ്ങളും എപ്പോഴും മെറ്റീരിയലിസമാണ്. നമ്മൾ ജഡവുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളെയാണ് കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത്. നമ്മുടെ സഭകളിലും നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന ആത്മീയതയല്ല. മീൻസ് നിത്യത ബേസ് ചെയ്തോ ക്രിസ്തുവിനെ ബേസ് ചെയ്തോ അല്ല. പ്രസംഗങ്ങൾ പലതും എന്തിലാണ്? മെറ്റീരിയലിസത്തിലേക്ക് വരിക. ഇപ്പൊ നമുക്ക് ദൈവം ഭൗതിക നന്മകൾ തരില്ലെന്നോ അതൊന്നും ഇല്ലെന്നൊന്നും അല്ല. കർത്താവ് നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് നൽകാൻ കർത്താവ് ശക്തനാണ്. എങ്കിലും ഒരു റോങ് സ്പിരിച്വാലിറ്റി നമ്മിൽ വളർത്തിയെടുക്കുന്നുണ്ട് പ്രസംഗം. മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രസംഗം. ഓക്കെ, ഇത് ബൈബിളിൽ ഇല്ലാത്ത കാര്യമല്ല, ബൈബിൾ ഉള്ള കാര്യം. ഉദാഹരണം പറയാം, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. അത് ബൈബിളിലുള്ള വാക്യമാണ്. നിന്റെ തൊട്ടിയിലെ എന്താ പറയാ മാവും കലത്ത് ഭരണിയിലെ എണ്ണയും തീർന്നു പോവില്ല. ബൈബിളിലെ വാക്യമാണ്. അത് എന്റെ എക്സ്പീരിയൻസ് ആണ്. ഇത് കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. കർത്താവ് നമ്മളെ മുട്ടില്ലാതെ നടത്തുകയും ചെയ്യും. മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. പക്ഷേ അതിപ്രസരമായിട്ട് ഈ മെറ്റീരിയലിസ്റ്റിക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ് അധികം പ്രസംഗിച്ച് നമ്മുടെ ഇടയിലെ ആത്മീയത എന്ന് പറയുന്നത് ഒത്തിരി കറപ്റ്റഡ് ആയിട്ട്. നമ്മുടെ നിയമങ്ങളും മുഴുവൻ നിത്യത ബേസ് ചെയ്ത നിയമങ്ങളല്ല. പലതും പ്രസംഗകരുടെ അല്ലെങ്കിൽ സുവിശേഷകരുടെ ഇഷ്ടമനുസരിച്ചാണ് ഈ പാപത്തിന്റെ പട്ടിക ഉണ്ടാക്കുന്നത്. ഡെയിലി ന്യൂ പട്ടിക വരും. ഓക്കെ, പുതിയ പാപങ്ങൾ നമുക്ക് ലിസ്റ്റ് വരും. ഇത് ചെയ്യാൻ പാടില്ല. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺ ഒരു കാലത്ത് മഹാപാപമായി.
മൊബൈൽ ഫോണ് ഉപയോഗിക്കുന്നത് TV മഹാഭാവമായിരുന്നു. സാത്താൻ പെട്ടി എന്ന് പറഞ്ഞ ആ TV-യിൽ ഇപ്പൊ എല്ലാരും പ്രസംഗിക്കുന്നു. ഓക്കെ, ഫോണ് ഭയങ്കര പാവമാന്ന് പറഞ്ഞ ആളുകള് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌണിന് മുമ്പ് വരെ ഫോണ് പാവമാന്ന് പറഞ്ഞവരല്ലേ ഇപ്പം ഫോണുമായിട്ട് പ്രസംഗിക്കാൻ നിൽക്കും. അപ്പൊ ഈ പാവം എന്ന് പറയുന്നത് എന്താണെന്നോ അതെങ്ങനെയാണ് പാപമാകുന്നതെന്നോ പോലും നമുക്ക് മനസ്സിലാകാതെ നമ്മൾ എവിടെയോ ഒരു എന്താ പറയുക, നമ്മുടെ വികലമായ ചിന്തയിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അതൊരു പാപമായി മാറും. എനിക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ള പാപങ്ങൾ ഒത്തിരി ഉണ്ട്. എനിക്കിഷ്ടമല്ലാത്ത ഒരു നേതാവ് വന്നാൽ ആ നേതാവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം പാപമാകും. ഇതിങ്ങനൊന്നുമല്ല പാപം ഇങ്ങനൊന്നുമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താ പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ച ആ കൽപ്പന, ആ വരെ അതിനെ ക്രോസ് ചെയ്യുന്നതാണ് പാപം. ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ, ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ വികലമാക്കുന്നതാണ് പാപം. അതാ പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വിളിക്കപ്പെട്ടു, പക്ഷേ ആ സ്വാതന്ത്ര്യം ജഡത്തിന് മറയാക്കി. ഓക്കെ, ഞാൻ ആ ഭാഗത്തേക്ക് ഓടി വരുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് അപകടങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എനിക്ക് തോന്നുന്നു ടൈം വേഗം പോവുകയാണ്. ഒന്ന് പഴയ നിയമം വേണ്ട എന്ന് പറയുന്നവര്, രണ്ട് പഴയ നിയമത്തെ പഴയ നിയമ കോണ്ടെക്സ്റ്റിൽ തന്നെ നിന്ന്, എന്ന് വെച്ചാൽ ആ ന്യായപ്രമാണത്തിൽ റിലേറ്റഡ് ആയിട്ട് നിന്ന് തന്നെ അതിനെ വ്യാഖ്യാനം. ഈ രണ്ട് സ്പിരിച്വാലിറ്റി വന്നത്, ഒന്ന് പഴയ നിയമം വേണ്ട എന്ന് പ്രസംഗിച്ച് വന്നവർ നമ്മുടെ തലമുറയിൽ ഒത്തിരി വിപത്ത് വിതച്ചിട്ടാ പോയത്. ഒത്തിരി അപകടം വിതച്ചു. അവര് വിതച്ച ആപത്താണ് ലൈസൻഷ്യസ്. ഓക്കെ, ലൈസൻഷ്യസ് എന്ന് വെച്ചാൽ എന്തും ചെയ്യാം. യു ആർ ഫ്രീ ടു ഡു എനിത്തിങ് വാട്ട് എവർ യു വാണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം എന്നതിലേക്ക് അത്തരം പ്രസംഗങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ നല്ലൊരു തലമുറകളും ആ വഴിക്ക് പോയി. ഇഷ്ടം പോലെ ചർച്ചസ് അത്തരം ചിന്തകളെ ബേസ് ചെയ്ത് ഇറങ്ങി വരും. ഓക്കെ, ഒത്തിരി അപകടം നമ്മുടെ മുൻപിൽ. ഒരുപാട് തലമുറകൾ വചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കാതെ ഇഷ്ടം പോലെ ജീവിക്കാം എന്നൊരു സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ പോകുന്ന ഒരു തലമുറ ഒരു വശത്ത്. മറ്റൊരു വശത്ത് വിശ്വാസികൾ അല്ലെങ്കിൽ ട്രഡീഷണൽ വിശ്വാസികളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒത്തിരി ആളുകൾ മെറ്റീരിയലിസ്റ്റിക് ആയി മാറുന്നു. ജഡത്തിന് പ്രാധാന്യം നൽകുന്ന പ്രസംഗങ്ങൾ ഇഷ്ടപ്പെട്ടു പോവാണ്. ഒന്നുകിൽ ഒരു കൂട്ടർ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് മാത്രം ഇഷ്ടപ്പെട്ടു. ഓക്കെ, യു ജസ്റ്റ് ക്ലാപ്പ് ഹാൻഡ്സ്, യു ജസ്റ്റ് ലിഫ്റ്റ് ദ ഹാൻഡ്സ്, യു ജസ്റ്റ് give your money to do the ministry. ഓക്കെ, നിങ്ങൾ മിഷന് കൊടുക്കൂ, നിങ്ങൾ ബ്ലെസ്ഡ് ആവും. ഇങ്ങനെ ഒരു സന്ദേശം കേട്ട് കൊടുത്തും കൈയടിച്ചും പ്രാർത്ഥിച്ചും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒരു കൂട്ടം ആളുകൾ പോകും. അവരെ സംബന്ധിച്ചും ഈ പ്രമാണം യേശുക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട സ്വഭാവം ഒന്നും വിഷയമല്ല. എങ്ങനെയും ജീവിക്കാം, ഞായറാഴ്ച വരാം, കൈയടിക്കാം, പാടാം, ദൈവം എന്നെ അനുഗ്രഹിക്കും. ഒത്തിരി അനുഭവം എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ളത് കൊണ്ടും പറയുക. ഓക്കെ, ഒത്തിരി ഇടങ്ങളിൽ നമ്മുടെ തലമുറകൾ വഴിതെറ്റുന്നതിലുള്ള ഒരു കാര്യം അത് തന്നെയാണ്. എന്തും ചെയ്ത് എങ്ങനെയുമായിട്ട് വന്ന് കൈയടിച്ച് പാട്ട് പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. സോ അങ്ങനെ ഒരു ഭാഗം ഒരു വശത്ത്. മറ്റൊരു വശത്ത് ഈ എന്താ പറയാ, ഉപദേശിച്ച് എല്ലാം ജഡത്തെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഉപദേശിച്ച്, ആത്മാവുമായി യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, മുടിയും താടിയും ഉടുപ്പും പിന്നെ ഇടുന്ന കാര്യവും പോകുന്ന വണ്ടിയുടെ നിറവും കളറും സ്റ്റേജും ഇതെല്ലാം പറഞ്ഞ് അതിഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഒരു വശം. ഓക്കെ, ഇതെല്ലാവരും ഇങ്ങനെയുള്ള ആത്മീയതകൾ ഏതാണ് റൈറ്റ്, ഏത് വാട്ട് വി ഷുഡ് ഡു എന്നുള്ള ഒരു വല്ലാത്തൊരു ചിന്തകളിലൂടെയാണ് ഈ ആത്മീയ ലോകം ഇന്ന് കടന്നു പോകുന്നത്. ചുരുക്കം പേരെ ഇതിനകത്തുള്ളെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവം വചനത്തിലൂടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മീയത. നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ കർത്താവ് പൗലോസ് കൃത്യമായി പറഞ്ഞു. ഞാൻ ആ ഗലാത്യ ലേഖനം മുഴുവൻ വ്യാഖ്യാനിക്കാൻ സമയമില്ലല്ലോ. ഗലാത്യ ലേഖനം 5-ൽ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ഓക്കെ, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയതുകൊണ്ട് നിങ്ങൾ ഇനി ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, നിങ്ങൾ സ്വതന്ത്രരായി. വരുമ്പോ ആളുകൾ ചോദിക്കും, ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല എങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാമോ? എങ്ങനെയും ജീവിക്കാൻ പറ്റില്ല. അതാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പി. ഏതാണ് ഈ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ, പുതിയ നിയമത്തിന്റെ ആത്മീയത എന്ന് ചോദിച്ചാൽ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പി എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ മെല്ലെ ആ ഭാഗത്തേക്ക് കടക്കുക. അപ്പൊ ഈ പഴയ നിയമ പ്രമാണം ചെയ്ത് എങ്ങനെ സംഭവം അവർ ചെയ്യുക, നീതീകരിക്കപ്പെടാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ പുതിയ ടെസ്റ്റ്മെന്റ് നേരെ തിരിച്ചു പഠിപ്പിച്ചു. ഓൾറെഡി ജസ്റ്റിഫൈഡ്, യു ആർ ഫ്രീഡ്, സ്വാതന്ത്ര്യം പ്രാപിച്ചു, നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. ഇനി ഒരൊറ്റ കാര്യം ചെയ്തേച്ചാൽ മതി, നിങ്ങൾ സ്നേഹത്താൽ അന്യോന്യം സേവിച്ചാൽ മതി.
സ്നേഹത്താൽ അന്യോന്യം സേവിച്ചാൽ മതി. അപ്പൊ ചില ആളുകൾ എന്നോട് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓക്കെ, ഇപ്പൊ നമ്മൾ പഴയ നിയമം ഒന്നും അനുസരിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം. പഴയ നിയമം ഒത്തിരി ആളുകളുടെ ചോദ്യമാണ്, പഴയ നിയമം ന്യായപ്രമാണം ഒന്നും അനുസരിക്കണ്ടേ? അതിൽ ഉത്തരം ഇങ്ങനെയാണ്: പഴയ നിയമത്തിലെ ന്യായപ്രമാണം ഒന്നും അനുസരിക്കേണ്ട, പക്ഷേ ക്രിസ്തുവിനെ നിങ്ങൾ അനുസരിക്കുമ്പോൾ അതിനകത്ത് ന്യായപ്രമാണത്തിന്റെ സകലതും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പഴയ നിയമത്തിൽ ന്യായപ്രമാണം ഒന്നും നിങ്ങൾ അനുസരിക്കേണ്ട, ഒന്നും അനുസരിക്കേണ്ട. എന്നാൽ ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ ന്യായപ്രമാണത്തിലുള്ളതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ സെർമൺ ഓഫ് ദ മൗണ്ട്, ഗിരിപ്രഭാഷണം. യേശു കർത്താവ് ഓരോന്നും ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? കൊല ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എവിടാ? ഇത് പ്രമാണത്തിൽ കിടക്കും. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പൊ ന്യായപ്രമാണം അതിനകത്ത് വന്നില്ലേ? ന്യായപ്രമാണം അതിനകത്ത്. അപ്പൊ അതാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണം നീക്കാനല്ല, മറിച്ച് നിവർത്തിപ്പാൻ അത്രേ വന്നത്. ഓക്കെ, അപ്പോ ന്യായപ്രമാണം കർത്താവ് നീക്കുകയല്ല, നിവർത്തിക്കുക ചെയ്തു. നമ്മൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ഫോണിനകത്തൊക്കെ എന്താ പറയാ, ഈ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ ഗെയിംസിന്റെ ഒരു സ്റ്റേജ് ഉണ്ട്. One more time, Pastor. Pastor, unmute hai. ഓക്കെ, കേൾക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം, ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, കൺഗ്രാജുലേഷൻ, യു ആർ എൻറ്ററിംഗ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് നിവർത്തിക്കപ്പെട്ടു. ഇനി നിങ്ങൾ അടുത്ത സ്റ്റേജിൽ കയറി. ഈ അടുത്ത സ്റ്റേജിൽ കയറുമ്പോൾ ഇതിനെ മുഴുവനും ക്യാൻസൽ ആക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞതുകൊണ്ടാണ് അടുത്തതിലേക്ക് കയറിയത് എന്ന് പറയുന്ന പോലെ, ക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിച്ചത് കൊണ്ട് ഇനി അടുത്ത സ്റ്റേജിലാണ് നമ്മൾ. നമുക്കിനി പഴയ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞുപോയ ഗെയിംസ് ഫുള്ള് ഞാൻ വീണ്ടും ഗെയിംസ് എന്ന് ഉദ്ദേശിച്ച് തെറ്റിദ്ധരിക്കുകയല്ല, ഞാൻ ഉദാഹരണത്തിന് പറയുന്നതാണ്. ആ ഗെയിംസ് ഫുള്ള് വീണ്ടും ഞാൻ പ്ലേ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഡൺ. സോ ഞാൻ എന്ത് ചെയ്യണം? ഇനി അടുത്ത സ്റ്റേജ് ഞാൻ ചെയ്യുകയല്ല, ഞാൻ ഓൾറെഡി എൻറ്റേർഡ് ആയതുകൊണ്ട് ഞാൻ അതിലൂടെ നടക്കും. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താ പറയാ, നമ്മളെ ഈ LKG പഠിക്കുന്ന സമയത്ത് നമുക്ക് വഴിക്കണക്കെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടാവും എല്ലാവരും വഴിക്കണക്ക്, ഇല്ലേ? ഇപ്പം ഒരു വീട്ടിൽ 30 തേങ്ങ പറിച്ചു, 10 തേങ്ങ പറിച്ച് തെങ്ങ് കയറ്റക്കാരൻ കൊണ്ടുപോയി, 5 തേങ്ങ അപ്പുറത്തെ വീട്ടിൽ കൊടുത്തു, ബാക്കി എത്ര തേങ്ങ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു വഴി എഴുതും, ഇല്ലേ? ടോട്ടൽ തേങ്ങ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ എഴുതും, ഇത് കൊണ്ടുവന്ന എത്ര, 10 തെങ്ങ് കയറ്റക്കാരൻ, 5 അപ്പുറത്തെ വീട്ടിൽ, എന്നിട്ട് ഇത് മുഴുവനും കൂട്ടിയിട്ട് കുറയ്ക്കുമ്പോൾ ടോട്ടൽ ഇത് കുറയ്ക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാകും. ഇത് സ്റ്റെപ്പായിട്ട് ചെയ്തില്ല, ടീച്ചർ വെട്ടും. ഉത്തരം അറിയാവുന്ന ഡയറക്റ്റ് ഉത്തരം കൊണ്ട് എഴുതി കൊടുത്താലും ടീച്ചർ വെട്ടിയിടും. ഇനി അഥവാ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1/2 മാർക്ക് തരും. ഓക്കെ, എന്നിട്ട് പറയാം സ്റ്റെപ്പ് എഴുതണം. ഇതാ ന്യായപ്രമാണത്തെ മുഴുവനും സ്റ്റെപ്പ് എഴുതി വേണം ഈ കാര്യം ചെയ്യാൻ. എന്നാൽ പുതിയ നിയമത്തിന്റെ അകത്ത് ഓൾറെഡി ആൻസർ ദെയർ, ജസ്റ്റിഫിക്കേഷൻ ഇസ് ഓവർ. നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കൊരു ആൻസർ ഉണ്ട്. നിങ്ങൾ ഇതിൽ കടന്നത് കൊണ്ട് നിങ്ങൾ ആ ഉത്തരങ്ങൾ ചെയ്തു വരികയാണ്. ഓക്കെ, ഞാൻ സമയം മുമ്പോട്ട് പോകുന്നു. എന്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഇതുവരെയും ഞാൻ എത്തിയിട്ടില്ല എങ്കിലും കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ വേഗം അല്പം വരികയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് നിവൃത്തീകരിച്ചു. അതുകൊണ്ട് നമ്മൾ അടുത്തത് നമുക്ക് പുതിയ ഉടമ്പടിയാണ്. നമ്മൾ ഓൾഡ് കവനന്റിന്റെ കീഴിലല്ല, നമ്മൾ ന്യൂ കവനന്റിന്റെ കീഴിലാണ്, പുതിയ ഉടമ്പടിയുടെ കീഴിലാണ്. അപ്പൊ പുതിയ ഉടമ്പടിയുടെ കീഴിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ആ പുതിയ നിയമത്തിൽ, ഓക്കെ, ആ പുതിയ ഉടമ്പടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ അയാൾ ചെയ്യാൻ ബാധ്യസ്ഥൻ. അതിനെയാണ് ഈ അപ്പോസ്റ്റോളിക് ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ സഭ നിലകൊള്ളുന്നത് നോട്ട് ബേസ്ഡ് ഓൺ ദ ലോ, ചർച്ച് നിലകൊള്ളുന്നത് അപ്പോസ്റ്റോളിക് ടീച്ചിങ്സിനാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭകളിലാണെങ്കിലും വിശ്വാസികളിലാണെങ്കിലും
എല്ലാ ഇടങ്ങളിലാണെങ്കിലും ബൈബിൾ എല്ലാം പ്രസംഗിക്കണം. എല്ലാ അധ്യായങ്ങളും ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ അതിനകത്തൂടെ ദൈവവചനമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതും അപ്പോസ്റ്റോളിക് ടീച്ചിങ്സ് ആണ്. അപ്പോസ്റ്റോളിക് ടീച്ചിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലേഖനങ്ങളിലൂടെ കിട്ടുന്ന ആ ദൈവിക ഉപദേശങ്ങൾ, അതിനെയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. എൻ്റെ ഒരു സഹോദരി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് കൊലോസ്യ ലേഖനം വായിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൊലോസ്യ ലേഖനം വായിക്കാൻ പറ്റും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഏത് വായിച്ചോണം? യെശയ്യാവ് വായിച്ചോണം, അല്ലെങ്കിൽ യോശുവയോ ആവർത്തനമൊക്കെ വായിച്ചോണം. അത് നമ്മുടെ ഇടയിൽ കൂടി ഒരു ആത്മീയതയുടെ ഒരു പ്രശ്നമാണ്. ഓക്കെ, എന്ത് വായിക്കണം? ഏതും ദൈവവചനം 66 പുസ്തകം നമുക്ക് പ്രസംഗിക്കാം, നമ്മൾ സംസാരിക്കപ്പെടണം. പക്ഷെ അത് എന്തിനെ ബേസ് ചെയ്താവണം? ക്രിസ്തുവിനെ ബേസ് ചെയ്താവണം, അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റ് ഉപദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അപ്പോസ്റ്റോളിക് ടീച്ചിങ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ സ്പിരിച്വാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ യഹൂദ ജീവിതം അല്ലല്ലോ നയിക്കുന്നത്, നമ്മൾ ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നത്. അപ്പൊ ക്രിസ്തു പറഞ്ഞ വഴികളിൽ നമ്മൾ ജീവിക്കാൻ ശീലിക്കണം. അതിനെയാണ് പൗലോസ് ഇവിടെ പറയുന്നത് സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സ്നേഹിക്കുക എന്ന പദം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ദൈവവചനം പഠിച്ചിട്ടുള്ളവരാണ് അധികവും. സ്നേഹം എന്നതിന് ഗ്രീക്കിനകത്ത് 3 പദങ്ങളുണ്ട്. 3 പദങ്ങൾ സാധാരണ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലേ? ഗ്രീക്കിന് 3 പദങ്ങളുണ്ട്. ഒന്നാണ് ഇറോസ് എന്ന പദം. ഇറോസ് എന്ന് വെച്ച പദം എന്താ? ഇറോസ് എന്ന വാക്കിന്റെ അർത്ഥം സെൻഷ്വൽ ലവ് എന്നാണ്. സെൻഷ്വൽ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം നൽകുന്ന സ്നേഹം, അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള, ലെസ്റ്റ് ആയിട്ടുള്ള, മോഹത്തിൽ അധിഷ്ഠിതമായ സ്നേഹം. അതാണ് ഇറോസ് എന്ന് പറയുന്നത്. അതിനകത്തു നിന്നാണ് ഇറോട്ടിക് എന്നൊക്കെ വാക്കുകൾ വരുന്നത്. ഓക്കെ, ഇറോട്ടിക് മൂവീസ് എന്നൊക്കെ പറയുന്ന പോലെ ഇറോട്ടിക് എന്ന വാക്ക് വരുന്നത് തന്നെ ഇറോസ് എന്ന് പറയുന്നത്. അത് ലെസ്റ്റ് ആണ്. എന്റെ ബോഡിലി സാറ്റിസ്ഫാക്ഷൻ, എന്റെ ശരീരത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ പൂർത്തീകരിക്കാൻ ഞാൻ ഒരാളെ സ്നേഹിക്കും. പലപ്പോഴും പല പ്രണയങ്ങൾക്കകത്തും പല അകത്തും ഒക്കെ വരുന്നത് ഈ ഇറോസ് ആണ്. ഓക്കെ, ലെസ്റ്റ്ഫുൾ തോട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അതല്ല ബൈബിള് പഠിപ്പിക്കുന്ന സ്നേഹം. ഇറോസ് അല്ല. ഒന്ന് ഇറോസ് എന്ന് പറയുന്ന. സെക്കൻഡ്, ഫീലിയോ എന്നത്, ഫീലിയോ ഈസ് അനദർ ടൈം ഫോർ ലവ്, മറ്റൊരു വാക്കാണ് സ്നേഹത്തിന്. പക്ഷെ ഫീലിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ പ്രണയം എന്ന് വേണമെങ്കിലും എടുക്കാം, സൗഹൃദം എന്ന് വേണമെങ്കിലും എടുക്കാം. ഫീലിയോ. ഈ ഫീലിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എന്നെ പോലെ എനിക്ക് പറ്റിയ ഒരാള്, എല്ലാവരും ഒന്നും സ്നേഹിക്കാൻ പറ്റില്ല, എനിക്ക് കമ്പനിയാകാൻ പറ്റുന്ന ഒരാളെ വർത്ത് അനുസരിച്ച്, അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഞാൻ കൂട്ടുപിടിക്കുന്നു. അതിന് പറയുന്ന പേരാണ് ഫീലിയോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, അഗാപ്പെ. അഗാപ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ ലവ്. അതിന് ഒത്തിരി ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്, ബട്ട് നമുക്ക് പഠനാർത്ഥം ആ വാക്ക് ഉപയോഗിക്കാം. അഗാപ്പെ എന്ന് വെച്ചാൽ എന്താണ്? ഡിവൈൻ ലവ്. അപ്പൊ സഭയോട് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇറോസ് അല്ല, ഫീലിയോ അല്ല, അഗാപ്പയാണ്. കാരണം ക്രിസ്തു സ്നേഹിച്ചു. ക്രിസ്തു എങ്ങനെ സ്നേഹിച്ചു? നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ചു. ഓക്കെ, ആ സ്നേഹം നമ്മൾ അൺഡിസേർവ്ഡ് ആയിരുന്നിട്ടും, യോഗ്യരല്ലാതിരുന്നിട്ടും സ്നേഹിച്ചു. ഓക്കെ, ആ സ്നേഹമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കേണ്ടത്. അതാണ് ആ ഒറ്റ സ്നേഹത്തിൽ പഴയ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു, ഇല്ലേ? അതാ അടുത്ത വാക്യം, ഗലാത്യ ലേഖനം 5:14 വായിക്കുന്നു. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ന്യായപ്രമാണം മുഴുവനും അതിൽ അടങ്ങിയിരിക്കുന്നു. മത്തായി സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെയുള്ള വാക്യത്തിൽ, മത്തായി 22-ന്റെ 34 മുതൽ 40 വരെയുള്ള വാക്യത്തിൽ ഇത് തന്നെ പറയുന്നു. ന്യായപ്രമാണം പഠിപ്പിച്ചത് എന്തായിരുന്നു? സ്നേഹിക്കാനായിരുന്നു. പക്ഷെ ഇവർക്കത് മനസ്സിലായില്ല, ആ വെളിപ്പാട് കിട്ടിയില്ല. എന്നാൽ പുതിയ നിയമസഭയോട് കർത്താവ് ആ സ്നേഹത്തെ ഒന്ന് എക്സ്പ്രസ് ചെയ്തു, തുറന്നു കാണിച്ചു. എവിടെ കാണിച്ചു? ആ ക്രൂശിൽ കാണിച്ചു, ആ കാൽവറിയിൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ സ്നേഹിക്കണം. സ്വയം ത്യാഗം ചെയ്ത്, എന്നേക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠനായെന്ന് എണ്ണി, മറ്റുള്ളവനെ വേണ്ടി നിലകൊള്ളുന്ന, നേടുന്നതിനേക്കാൾ കൊടുക്കുന്ന ആ സ്നേഹം, അതിൽ നിലകൊള്ളാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി, അതാണ് നമ്മുടെ ആത്മീയത. ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മീയതയുടെ പ്രത്യേകത എന്താണ്? അത് എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. നമുക്കറിയാം, കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തെ പറ്റി വാതോരാതെ സംസാരിക്കും. ഇതാണ് പുതിയ നിയമത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയത. വിദ്വേഷത്തിന്റെയോ കോമ്പറ്റീഷന്റെയോ അല്ല. നമുക്കാരോട് പകയില്ല, പിണക്കില്ല. നമ്മൾ മറ്റൊരാളെക്കാൾ വലിയവനാകാൻ,
മറ്റുള്ളവരെക്കാൾ ഞാൻ മാനിക്കപ്പെടാൻ, മറ്റുള്ളവരെക്കാൾ ഞാൻ ഉയർത്തപ്പെടാൻ, മറ്റുള്ളവരെക്കാൾ ഞാൻ എന്തോ വലിയ ആളാകാൻ അല്ല പുതിയ നിയമം പഠിപ്പിക്കുന്നത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മറ്റുള്ളവന്റെ ദാസനാകണമെന്നുള്ളതാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അപ്പോ ഈ അഗാപ്പെ, ഈ സ്നേഹം, ഈ സ്വഭാവം, ഈ ക്രൈസ്റ്റ് സെന്റേർഡ് സ്പിരിച്വാലിറ്റി അത് നമ്മിൽ വളർന്നാൽ നമ്മുടെ സഭകളിൽ ഭിന്നത ഉണ്ടാവില്ല, കുടുംബങ്ങളിൽ കലഹം ഉണ്ടാവില്ല, നമ്മുടെ സൗഹൃദങ്ങളിൽ വിള്ളൽ ഉണ്ടാവില്ല. നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും അവിടെയെല്ലാം സ്നേഹം സകലതിനെയും ജയിക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ എവിടെയോ നമുക്ക് നഷ്ടമാകുന്നത് മനസ്സിലാകാൻ പറ്റാതെ പോകും. അതാണ് പുതിയ നിയമം നമ്മളെ ക്രിസ്തു പഠിപ്പിക്കുന്നത്. ആ സ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ സ്നേഹം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:11 പറയുന്ന ആദ്യം മുതൽ നിങ്ങൾ കേട്ട ദൂതെന്താ? സ്നേഹം എന്നുള്ളതാണ്. ഓക്കെ, സ്നേഹം എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5:5 പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? അന്യഭാഷയല്ലാട്ടോ. അന്യഭാഷ ഞാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. അന്യഭാഷ സംസാരിക്കുന്നത് ആത്മനിറവ് പ്രാപിക്കുമ്പോൾ അതൊരു പ്രത്യക്ഷമായ ഒരു അടയാളമായി ദൈവം തന്നിട്ടുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ. എന്നാൽ പരിശുദ്ധാത്മവാസത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് പറയുന്നത് റോമാലേഖനം 5:5 സ്നേഹം, ദൈവ സ്നേഹം നമ്മിൽ പകരപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ. നമ്മുടെ ജീവിതത്തെ നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ട ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്, ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. പക്ഷേ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയൊക്കെ ഞാനും പ്രസംഗിച്ചാലും, ഞാനുമൊക്കെ ഇത്ര പറയും സ്നേഹിക്കണം സ്നേഹിക്കണം എന്ന് പ്രസംഗിച്ചാലും ആ സ്നേഹത്തെ പിടിച്ചു നിർത്തുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ എന്നിലുണ്ട്, ഇല്ലേ? നമുക്കൊക്കെ ആഗ്രഹമുണ്ട് എല്ലാവരും സ്നേഹിക്കണം. പക്ഷെ എന്നാലും എവിടെയോ അസൂയ വരും, എന്നാലും എവിടെയോ എനിക്ക് അല്പം പൊങ്ങച്ചം തോന്നും, എന്നാൽ എവിടെ അവനേക്കാൾ ഞാൻ മിടുക്കനാകണമെന്ന് എനിക്ക് തോന്നും. കാരണം ഞാൻ മനുഷ്യനായതുകൊണ്ടും ജഡത്തിലിരിക്കുന്നു. ഇവിടെയാണ് നാം പറയുന്ന ആത്മനിറവിന്റെ ആവശ്യം. അതുകൊണ്ടാണ് പൗലോസ് 5-ാം അധ്യായത്തിൽ താഴേക്ക് പിന്നെ പറയുന്ന ആത്മാവിന്റെ ഫലമോ ഒക്കെ. ഈ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല. ആ സന്ദേശം വരുന്നത് എവിടെയാണെന്നറിയാമോ? ഓക്കെ, സ്നേഹം പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. ആ സ്നേഹമാണ് ന്യൂ ടെസ്റ്റ്മെന്റ് സ്പിരിച്വാലിറ്റി, പുതിയ നിയമത്തിന്റെ ആത്മീയത. ആ സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹം നമുക്ക് മനുഷ്യന എന്ന നിലയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണ്ടി വരുന്നത്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ പോലും, അത് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഭർത്താക്കന്മാർ എങ്ങനായിരിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുക, കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരുമ്പോ നമ്മൾ ഈ ഭാഗം വായിക്കേണ്ടതാണ്, കൃത്യമായിട്ട് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ. ഈ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീ. ഓക്കെ, അവിടെ എന്താണെന്നറിയാമോ? ഗെയിനിങ്ങിനേക്കാൾ ഗിവിംഗ് ആണ് ആ സ്നേഹം, കൊടുക്കലാണ്, ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുക. പക്ഷെ ഇപ്പോഴത്തെ സ്നേഹങ്ങൾ മുഴുവനും നേടുക, കിട്ടുക, എനിക്ക് എനിക്ക് എന്നുള്ളതാണ്. ആ സ്നേഹം വരുന്നത് കൊണ്ടാണ് ബഹളം. എന്നാൽ ഞാൻ ഇങ്ങോട്ട് കിട്ടിയില്ല, അങ്ങോട്ട് കൊടുക്കണം കൊടുക്കണം എന്നുള്ളതാണ് ഒരു കുടുംബജീവിതത്തിന്റെ, കുടുംബജീവിതമല്ല സഭയിലാണെങ്കിൽ എവിടാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ, ഈ അഗാപ്പെ വന്നാൽ, ഈ ഒരു സ്നേഹം വന്നാൽ എല്ലായിടത്തും സന്തോഷമാണ്. എന്നേക്കാൾ മറ്റുള്ളവൻ ശ്രേഷ്ഠനാകണം എന്ന് എണ്ണുന്ന ഒരു കാര്യം. ഇത് പറഞ്ഞിട്ടാണ് ഈ ആത്മാവിന്റെ ഫലം പറയുന്നത്. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വേഗം ആ കാര്യം പറയാം. പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ജഡത്തെ അനുസരിച്ചല്ല ജീവിക്കട്ടെ. കാരണം ജഡത്തിന് അപ്പോഴും കുറെ പ്രശ്നമുണ്ട്. ജഡത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? 19-ാം വാക്യം, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകും. ഓക്കെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മിലുണ്ടോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യും. ഇതെന്നിലുണ്ടോ? ഇതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ അസൂയ മാത്രം കുറച്ചുണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ മദ്യപിക്കുകയല്ല, വെറിക്കൂത്തിന് പോയില്ല, ദുർനടപ്പിൽ പോയില്ല, ദുഷ്കാമമില്ല, വിഗ്രഹാരാധനയില്ല, ആഭിചാരമില്ല, പക്ഷെ പകയുണ്ട്. എനിക്ക് ചിലരോട് പകയുണ്ട്, ജഡം. ഓക്കെ, പിണക്കമുണ്ടോ? പ്രശ്നമാണ്. ജാരശങ്കയുണ്ടോ? പിണക്കമാണ്. ക്രോധമുണ്ടോ? ശാഠ്യമുണ്ടോ? ഇതുണ്ടെങ്കിൽ ജഡത്തിന്റെ ഇച്ഛകളാ, മോഹങ്ങളൊക്കെ. ഞാനും ഇത് പ്രസംഗിക്കുമ്പോ ഞാനും പെർഫെക്റ്റ് എന്ന രീതിയിലല്ല പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നു.
എന്നോടും ഇതേ പോരാട്ടം എനിക്കുണ്ട്. അവിടെയാണ് കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എനിക്ക് ധാരാളമായി നൽകണമേ. ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ, ക്രിസ്തുവിൽ ആശ്രയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഇത് പ്രയാസമുള്ള കാര്യമല്ല. എന്നിട്ട് താഴെ ഒത്തിരി കാര്യം പറയുന്നുണ്ട്: സ്നേഹം, സന്തോഷം, സമാധാനം. ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. സമയമുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമ്മൾ അത് വിശദീകരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയാം. നമുക്കിത് പ്രയാസമല്ലേ? ഇത് പ്രയാസമല്ലേ? ഇത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ, സാധാരണ ഒരു കാര്യം, മനുഷ്യൻ എന്ന നിലയിൽ ഒക്കെ സുഖ സൗകര്യങ്ങളും എപ്പോഴും ബുദ്ധിമുട്ടും ഭാരങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആരുടെയൊക്കെ പക തോന്നിപ്പോകും, ഇച്ചിരിയൊക്കെ അസൂയ തോന്നിപ്പോകും, പിണക്കം വരും. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വരും. പക്ഷെ വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അതിന് ഏറ്റവും നല്ല 1-2 വാക്യം ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ, യോഹന്നാൻ 15:5, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: എന്നിൽ വസിപ്പി. ഓക്കെ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ കർത്താവിൽ വസിക്കുന്ന ഒരാൾക്ക് ഈ ആത്മനിറവിന്റെ അനുഭവത്തെ പുറപ്പെടുവിക്കാൻ കഴിയും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേഗം അതും കൂടെ പറഞ്ഞു വിടാം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. ഇവിടെ നമ്മൾ വായിക്കുന്നത്: മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമത്രേ. പിന്നീട് നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണേ. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ 26-ാം വാക്യം. ഞാൻ ആ വാക്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗം കേട്ടിട്ടുള്ളത്: നിങ്ങൾക്ക് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് വേറൊരു ലെവലാണ്. ഓക്കെ, സകലതും സാധ്യം. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാവോ? ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് സൂചിക്കുഴയിലൂടെ കടക്കുന്ന പോലെ ആകും എന്ന് പറഞ്ഞാൽ അത് പാടാണ് എന്ന് പറഞ്ഞപ്പോഴാണ്, അയ്യോ പിന്നെ ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും? ഇല്ലേ? അങ്ങനെങ്ങാനും പറഞ്ഞ ആര് രക്ഷിക്കപ്പെടും? ഈ പകയും പിണക്കവും ജാരശങ്കയൊക്കെ ഉള്ള ഒരു മനുഷ്യനും സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ലെന്ന് പറഞ്ഞ ഞാൻ തന്നെ ആദ്യം ഞെട്ടും. കർത്താവേ, ഞാൻ ആരോടൊക്കെയോ ഇടയ്ക്കൊക്കെയോ അസൂയപ്പെട്ടിട്ടില്ല, ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്നുള്ള പേടി എനിക്ക് വരും. തീർച്ചയായിട്ടും പേടിക്കണം. അത് പേടിച്ചേ പറ്റുള്ളൂ. പക്ഷേ അവിടെയാണ് നമ്മൾ ഈ വാക്യത്തിന്റെ പ്രസക്തി. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് വെച്ചാൽ നമുക്ക് അസാധ്യമാണ്, പക്ഷെ നമ്മളെ അതിനുവേണ്ടി സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് മത്തായി സുവിശേഷം 19:26. അത് തന്നെയാണ് ഫിലിപ്പ്യ ലേഖനം 4:13 പറയുന്നത്. ഫിലിപ്പ്യ ലേഖനം 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എനിക്കെപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നില്ല, എനിക്കെപ്പോഴും സമാധാനം പറ്റുന്നില്ല. ഓക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നു ആ ഭാഗത്ത്, ഫിലിപ്പ്യ ലേഖനത്തിൽ, താഴ്ചയിലിരിപ്പാനും ഉയർച്ചയിലിരിപ്പാനും വിശന്നിരിപ്പാനും സംതൃപ്തനായിരിക്കാനും ഒക്കെ ഞാൻ ശീലിച്ചു. കാരണം എന്താണെന്നറിയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഇത് തന്നെയാണ് യൂദായുടെ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുന്നത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവൻ. നമുക്ക് പ്രയാസമാണ് അല്ലേ? ഇതൊക്കെ ദൈവമേ, ഈ ഒരു സ്പിരിച്വാലിറ്റി ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ക്രിസ്തുവിന്റെ സ്വഭാവം എനിക്ക് എങ്ങനെ ആകും? ക്രിസ്തു തന്നെ ഈ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അനുസരിക്കാൻ നമ്മളെ സഹായിക്കുന്നു ഇതേ ക്രിസ്തുവാണ്. ഈ ക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് അസാധ്യം, പക്ഷെ ദൈവത്തിന് സാധ്യം. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, നിങ്ങളെ ശക്തനാക്കുന്നവനായി ഞാൻ കൂടെയുണ്ട്, നിങ്ങളെ കളങ്കമില്ലാതെ നടത്തുന്നത് ഞാനാണ്. അപ്പൊ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് ചോദിച്ചാൽ, ഒരിക്കലും പിരിയാത്ത ബന്ധം ക്രിസ്തുവുമായിട്ടുണ്ടാവണം. ഏത് കാര്യത്തിലും ക്രിസ്തുവില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പാടില്ല. അതെന്റെ ജീവിതത്തിലെ ഏത് തീരുമാനങ്ങളാണെങ്കിലും, ഏത് സാഹചര്യങ്ങളാണെങ്കിലും, ഏത് വൈഷമ്യകരമായ സിറ്റുവേഷൻ ആണെങ്കിലും, എന്റെ ശുശ്രൂഷയിലാണെങ്കിലും, ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനമെടുക്കുമ്പോഴാണെങ്കിലും, ഞാനൊരു ജോലിക്ക് പോകാൻ തീരുമാനമെടുക്കുമ്പോഴാകുമ്പോഴാണെങ്കിലും, ഞാനൊരു ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണെങ്കിലും, രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോഴാകുമ്പോഴും ക്രിസ്തുവിനെ വേർപെട്ട് എനിക്കൊന്നും ചെയ്യാനാവരുത്. ക്രിസ്തുവിൽ വസിക്കാൻ ആ ഒരു അനുഭവത്തിനായി എന്നെ സമർപ്പിക്കും. ഈ ഒരു അനുഭവമാണ് ജയകരമായ ക്രിസ്തീയ ജീവിതം. സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻ ലൈഫ്, ആത്മനിറവിന്റെ ക്രിസ്തീയ ജീവിതം ഇതാണ്. ക്രിസ്തുവിൽ വസിച്ച്, ക്രിസ്തുവിൽ ചേർന്നിരുന്ന്,
അവിടുത്തെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മാനുഷികമായ ഇതൊരു ബുദ്ധിമുട്ടാണെങ്കിലും നമ്മെ ശക്തനാക്കുന്നവൻ കൂടെയുണ്ട്. നമ്മളെ കളങ്കമില്ലാതെ നിർത്തുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. സകലവും സാധ്യമാക്കാമെന്ന് വാഗ്ദത്തം തന്ന കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവിനെ പിരിയാതെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. സ്പിരിറ്റ് ഫീൽഡ് ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആത്മീയത നയിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ലോസ് എൻഡേഡ് അല്ല, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് വിഷമിച്ചിരിക്കാതെ നമ്മൾ എന്തും ക്രിസ്തുവിലൂടെ കാണണം. ഞാനൊരു വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രത്തിലൂടെ ക്രിസ്തു മഹത്വപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കണം. ഞാൻ എൻ്റെ ശരീരത്തിൽ എന്ത് കാണിച്ചാലും അതിലൂടെ ക്രിസ്തു മഹത്വപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കണം. ഓക്കെ, ഞാനത് വിശദീകരിക്കാൻ പോയി വീണ്ടും സമയം പോകും. നമുക്കൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് ചെയ്യുന്നത് ശരിയാണ്, ഇത് ചെയ്യുന്നത് ശരി. ഞാനൊരു സിനിമ കാണണോ വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ നാമം അതിനകത്ത് മഹത്വപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ എന്താ പറയാ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ശരിയോ തെറ്റോ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ശരി തെറ്റോ എങ്ങനെയാ നിർണ്ണയിക്കുന്നത്? അത് ഉപയോഗിക്കുന്നതിലൂടെ ദൈവനാമമാണോ മഹത്വപ്പെടുന്നത്? ഈ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ ഏത് കാര്യത്തെ ചെയ്താലും അത് ആത്മനിറവിൽ നമ്മൾ ചെയ്താൽ നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. കാരണം അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മുടെ മേലിരിക്കുന്നു. ആരും ഉപദേശിക്കേണ്ട, എന്ത് ചെയ്യണമെന്ന് ഈ ആത്മാവ് നമുക്ക് പറഞ്ഞുതരും. ക്രിസ്തുവുമായി പിരിയാത്തൊരു ബന്ധമുണ്ടാകട്ടെ എന്ന് ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ ഞാൻ ആഹ്വാനം ചെയ്ത് ഈ പഠന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഇന്നത്തെ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ ഇതിന്റെ തുടർമാനമായിട്ട് ഈ ആത്മാവിന്റെ ഫലങ്ങളുടെ ചില പ്രത്യേകതകളും അതോടൊപ്പം ഈ ആത്മനിറവിനെ എങ്ങനെ അനുഭവിക്കാം, എങ്ങനെ ആത്മാവിൽ തന്നെ തുടരാം, ഈ അനുഭവത്തെ ക്രിസ്തുവുമായി പിരിയാതെ എങ്ങനെ ജീവിക്കാൻ കഴിയാം എന്നും കൂടെ നമുക്ക് ചിന്തിക്കാൻ ദൈവം അവസരമൊരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിലെ സന്ദേശത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാമല്ലോ. ഓവർ ടു ദ വൺ ഹു ഈസ് ലീഡിംഗ്.